നമസ്കാരം എല്ലാവർക്കും. പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദാൽഖോളയാണ്. ദാൽഖോള, വെസ്റ്റ് ബംഗാളിലെ ദാൽഖോള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ചേട്ടൻ കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ പുലർച്ചെ ഒരു 4 മണിക്കാണ് ഡ്യൂട്ടി എടുത്തത്. ഞാൻ ഡ്യൂട്ടി എടുത്ത് ഇപ്പോൾ ദാൽഖോളേ ഇവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര മാറ്റമായിട്ട് ഇവിടെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇവിടെ നിന്ന് തുടർന്നുള്ള യാത്രയ്ക്ക് എൻ്റെ ഇവിടെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക. അപ്പം നമുക്കിനി യാത്ര തുടങ്ങാം. ഇതുണ്ട് ദാൽഖോള ട്രാഫിക് ജാം. ഞാൻ ഈ പേര് ദാൽഖോള എന്നുള്ള പേര് കാണിക്കാൻ വേണ്ടിയാണ് അത് ഷൂട്ട് ചെയ്തേട്ടാ. ഇവിടെ ഒരു ആദ്യമൊക്കെ ദാൽഖോള വരുമ്പോൾ ഇവിടെ 16 മണിക്കൂർ, ഞാൻ ജോലി വണ്ടി കൊണ്ട് വരുമ്പോൾ 16 മണിക്കൂർ, ടോറസിൽ 12 വീല് വരുമ്പോൾ ഞങ്ങൾ 16 മണിക്കൂർ ഇവിടെ കിടന്നുണ്ട്. അപ്പോൾ നല്ല മാറ്റമാണ് ഇവിടെ. ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാനൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി അവിടെ നിർത്തിയത്. ഈ വഴിക്ക് വരുമ്പോൾ ഈ ദാൽഖോള ഒരു ശാപം കിട്ടിയ സ്ഥലമായിരുന്നു. ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അത് പാസ്സാവാൻ വേണ്ടി എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്. ഞാൻ 16 മണിക്കൂർ വരെ എടുത്തു, 16 മണിക്കൂർ വരെ. അപ്പം അവിടെയൊക്കെ പാലം വന്നിട്ടാന്ന് തോന്നി. റോഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടിട്ട് പാലം വന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. അന്ന് ഞങ്ങൾ വരുമ്പോഴും പാലം പണിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ പാലം പണി ഒന്നും ഓക്കെ ഉണ്ടായിരുന്നില്ല. 2 കിലോമീറ്റർ നമ്മളിപ്പോൾ ഇൻട്രോ എടുത്തെടുത്ത് 2 കിലോമീറ്റർ ചെറുപ്പം കൂടിയ പാടങ്ങൾ. സമയം നോക്കിയാൽ 5:05 പാലത്തമ്മ ലൈറ്റ് ഇട്ടാണോ? പച്ച, നടുക്ക് വെള്ള, മോളി കുങ്കുമം കളറില്. ഒന്നോട്ടാ ദാൽഖോള റെയിൽവേ ക്രോസ്. അടിക്കൂടെ ട്രെയിൻ പോണ ട്രാക്കൊക്കെ കാണാണ്ട്. ഇതന്നെ കാണാം. ആ റെയിൽവേ ക്രോസ് ഓപ്പൺ ആയി. ആ റെയിൽവേ പാലം പാസ്സാവാനാണ് ഞാൻ പറയാം. 16 മണിക്കൂറൊക്കെ കിടന്നിട്ടുള്ളൂ. വഴിക്ക് വരുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. മിനിമം ഒരു 10-12 മണിക്കൂർ റൂട്ട് വരുന്നു. റെയിൽവേ പാലത്തിന്റെ അടിയിൽ കൂടെ വരുന്ന വഴിയാണിത്. അങ്ങനെ നമ്മൾ ദാൽഖോള ഇതാണ് ദാൽഖോള. നമുക്കിനി ഇവിടുന്ന് വലത്തോട്ട് പോകണം. വലത്തോട്ടാണ് സിലിഗുഡി, കിഷൻഗഞ്ച് എന്ന് പറയുന്നത് ബീഹാറിലാട്ടാ. ബീഹാർ നമ്മളിപ്പോൾ ഈ പോണ വഴിക്ക് ബീഹാറിലൊരു ജസ്റ്റ് നമ്മളൊന്ന് ബീഹാർ ടച്ച് ആവും. നമ്മുടെ മാഹി പോലെ ജസ്റ്റ് ഒന്ന് ബീഹാർ ടച്ച് ആയിട്ട് നമ്മൾ ബീഹാറിൽ കൂടെ ഓടും. എന്നിട്ട് വീണ്ടും നമ്മൾ ബംഗാളിൽ നിന്ന് ബീഹാറിൽ കയറും. ബീഹാറിൽ നിന്ന് വീണ്ടും നമ്മൾ ബംഗാളിൽ കയറും. പാലത്തിന് അടിയിൽ നിന്ന് വലത്തോട്ട്. നമ്മൾ സിലിഗുഡി ഹൈവേയിലേക്ക് ഒന്ന് കയറി. നേരെ ഒറ്റ വഴിയാ സിലിഗുഡി. കിഷൻഗഞ്ച്, ബാഡ്ഗോറ, കാങ്കിദോങ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഹൈവേയുടെ NH 27 നമ്പർ ഹൈവേയിലൂടെ നമ്മളിപ്പോൾ യാത്ര. ഇതിൽ കയറി പോരണം. നമ്മുടെ കാറ് കയറി പോയതുണ്ടാ. നമ്മുടെ എട്ടേക്കട കയറി പോയത്. നമ്മളിനിയിപ്പോൾ യാത്ര ചെയ്യുന്നത് ബംഗാളിൽ കൂടിയാണ് ഉണ്ടാകും. നമ്മളിനിയിപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ബീഹാറിലേക്ക് കിടക്കും. ബീഹാറിലേക്ക് കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 കിലോമീറ്റർ ബീഹാറിൽ കൂടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബംഗാളിൽ കയറും. നമ്മളങ്ങനെ നമ്മുടെ ദാൽഖോള പമ്പിലെത്തിയിട്ടോ. നമ്മളെപ്പോഴും പറയാൻ വണ്ടി നിർത്താറുള്ള ദാൽഖോള പമ്പിലെത്തി. ഇനി നമ്മളിവിടെ നിർത്തുക, കുളിക്കുക, ഫ്രഷ് ആവുക, പിന്നെ പാത്രങ്ങളൊക്കെ. ഇപ്പോൾ ഈ പമ്പിലെ പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. ഇവിടെ ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാനും കിടന്നുറങ്ങാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കട്ടിലേക്കുണ്ട്. തമാശ ഒന്നുമില്ല. ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാൻ കട്ടിൽ. അവിടെ ഡീസൽ അടിക്കുക ഒന്നും വേണ്ട. നമുക്ക് വണ്ടി എത്ര നേരം ഇവിടെ നിർത്താം. ഇവിടെ കിടന്നുറങ്ങാൻ കട്ടിലേക്കുണ്ട് ഡ്രൈവർമാർക്ക്.
ഇതൊന്നും അല്ലാണ്ട് ഇവിടെ രാത്രി നമ്മളത്തെ ഇപ്പോൾ വണ്ടികളൊക്കെ പോയി തുടങ്ങി. ഇപ്പോൾ നേരം നമ്മളിതിപ്പോൾ ഉണ്ടോ 6:57 വണ്ടികളൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു 50 ലിറ്റർ ഡീസൽ അടിക്കും. ഇപ്പോൾ എന്താ കാരണം വെച്ചാൽ നമുക്ക് ആസാം വരെ എത്താൻ വേണ്ടിയിട്ട് ഒരു 50 ലിറ്റർ ഡീസൽ അടിക്കും. ഇവിടെ ഡീസലിന് 92 രൂപയാണ് റേറ്റ്. ഇതുണ്ടോ ഡീസലിൻ്റെ റേറ്റ് ഉണ്ടോ 92 രൂപ 50 പൈസ. ആസാമിലേക്ക് ചെല്ലുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും ഡീസലിൻ്റെ റേറ്റ് കുറയും. ആസാമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് 90 ആവും. ആസാമിൽ 90 ആവും. പിന്നെ മേഘാലയക്ക് വരുമ്പോൾ വീണ്ടും കുറയും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആസാം ബോർഡർ വരെ തള്ള സാധനം അടിച്ചാൽ മതി. ഇനി ഇവിടുന്ന് കുളിക്കുക ഫ്രഷായി അടിപൊളിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ അടിപൊളി ഒരു കുളിയെല്ലാം കുളിച്ച് സെറ്റപ്പായി ഇവിടെ വന്നു. നമ്മളുടെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ റുവിൻ ചേട്ടൻ ഇവിടെ കാലത്തെ ഫുഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ 6:45 വന്നേ. ഇതുണ്ടോ 8:28 നമ്മുടെ കുളിയും കഴിഞ്ഞ് ഫുഡിങ് എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ എന്താ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ചോറ് ഇനിയിപ്പോൾ കറി വെക്കാനുള്ള മറ്റേ ചേർക്കാനുള്ള സബോളയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കാൾ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ. ഞങ്ങളേ ഭക്ഷണം കഴിക്കാം. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. അതാണ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാറുണ്ട്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കണ്ട ഇവിടെ ഇരുന്ന് കുക്കിങ് കഴിഞ്ഞിട്ട് പരിപ്പ് കറി. ഇന്നും പരിപ്പ് ലോറിക്കാരുടെ സ്പെഷ്യൽ ഡിഷാണ് പരിപ്പ് കറി. നമാസല്ല എല്ലാം മിക്ക ദിവസം ലോറിക്കാരെ ഏറ്റവും കൂടുതൽ വെക്കുന്ന സാധനം പരിപ്പ് കറിയാണ്. കാരണം പണി കുറവല്ല. ലോറിക്കാരുടെ ഡിഷാണ് പരിപ്പ് കറിയും ചോറും. അപ്പം ഇനി കഴിച്ചിട്ട് വണ്ടി എടുത്ത് പോട്ടെ. അങ്ങനെ നമ്മുടെ കുളിയും കഴിഞ്ഞു, ഭക്ഷണം കഴിപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് പോട്ടെ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഭക്ഷണം നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പമ്പാണ്. ഇവിടെ ഇപ്പോൾ ഡീസൽ അടിക്കണമെന്നൊന്നും ഇല്ലാട്ടെ. ഈ പമ്പിൽ നിർത്താം. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡീസൽ അടിക്കുന്നത് വേണ്ട, നമുക്ക് ഇവിടെ നിർത്താം. ഒരു കലാപമില്ല. ഇതുകൊണ്ട് കമ്പനി ഓണഡ് കമ്പനി ഓപ്പറേറ്റഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് BP ദാൽഖോള. നമ്മൾ ഹൈവേ കയറിട്ടോ. നേരെ സിലിഗുഡി. അതിനുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബീഹാറിലേക്ക് കയറുമ്പോൾ കിഷൻഗഞ്ച്. ഈ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഉണ്ട്. നമ്മൾ ടോള് കൊടുത്ത് പോകുന്ന ഹൈവേ ആയിട്ടത്. ഹൈവേയുടെ അവസ്ഥ ഉണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, മൊത്തം നമ്മൾ ടോള് കൊടുത്തിട്ട് പോകുന്ന റോഡാണ്. ഇത് ടോളില്ലാത്ത റോഡാണെന്ന് ആരും വിചാരിക്കുന്നത്. ടോള് കൊടുത്ത് പോകുന്ന റോഡാണത്. ആ റോഡിൻ്റെ അവസ്ഥയാണത്. ഉണ്ടോ ഇതൊക്കെ നാഷണൽ ഹൈവേക്കാർ കാണണ്ടോ എന്താ കുഴി. ഇതൊന്നല്ല, ഇതിനൊക്കെ വലിയ കുഴിയുള്ള ചില സ്ഥലത്തൊക്കെ. ഇതിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമല്ല കേട്ടാ, മൊത്തം എങ്ങനെയാ നമ്മൾ ടോൾ കൊടുത്ത് പോകണോ വണ്ടികളൊക്കെ പോകണം. ടോൾ കൊടുത്ത് പോകുന്ന റോഡിൻ്റെ അവസ്ഥകളാണ്. മറ്റേ ടോള് മേടിക്കാന്നാണ് ലാവില്ലല്ലോ നാളെ അല്ലേ. കിഷൻഗഞ്ച് പോലീസ് എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. അപ്പോൾ നമ്മൾ ബീഹാറിലേക്ക് കയറി. ഇപ്പോൾ നമ്മൾ യാത്രയുടെ ഭാഗങ്ങൾ ബീഹാറാണ് കേട്ടോ. ബീഹാറിലേക്ക് കയറി. ബീഹാർ ഇപ്പോൾ നമ്മൾ ബീഹാറിലാണ് യാത്ര. ബീഹാർ ഇതൊക്കെ ബീഹാറാണ്. ബീഹാർ നമ്മുടെ മാഹി പോലെ. മാഹിനേക്കാൾ വലിപ്പമുണ്ട്. ഒരു 3-4 കിലോമീറ്റർ പോകാൻ പറ്റില്ല ബീഹാറിൽ കൂടെ. ഇതാണ് കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലം. കിഷൻഗഞ്ച് ആയിട്ടാ. കിഷൻഗഞ്ച്. ഈ നാട്ടുകാർക്കൊക്കെ ഈ ആരെങ്കിലും കൈവശം കൊടുത്തണമല്ലോ ഈ ഹോൺ. ഇവരുടെ കഥ നീ ആക്സിലേറ്ററും ഹോണൂടെ കൂടി അറ്റാച്ച്മെന്റ് ആണെന്ന് അറിയില്ലേ. എല്ലാവരും ഹോണിന്റെ ഇവനൊക്കെ ചെവിട് ആവില്ല. പൊല്യൂഷൻ സെന്റർ. ഇതാണ് കിഷൻഗഞ്ച്. കിഷൻഗഞ്ച് കിഷൻഗഞ്ച്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NH-27. നാണല്ലാത്ത നാറികൾ തന്നെ വിളിക്കും അല്ലേ ഏട്ടാ. അവന്മാർക്കൊക്കെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബോർഡൊക്കെ നാട്. എന്താ റോഡ്. കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ
ഗുഡ് ഷെഡില് പാലത്തിന്റെ പോളിൽ പോണോ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടികളൊക്കെ താഴ്ത്തൂടെ ഇതാണോ ഞാൻ ലാസ്റ്റ് വരുമ്പോ ഈ പാലമായിട്ടില്ല കേട്ടോ. ഒരു വണ്ടം പാലം തന്നെ കേട്ടോ. 3-4 കിലോമീറ്റർ നടന്നില്ല, 3-4 കിലോമീറ്റർ നടന്നു. വണ്ടം പാലം തന്നെയാ. അങ്ങനെ പാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബീഹാറിൽ വെച്ചാൽ ബംഗാളിലേക്ക് കിടക്കാൻ പോവാ. എന്താ നീ ഗുവാഹട്ടി 550, സിലിച്ചർ 847, NH27 നാഷണൽ ഹൈവേ അതോറിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാണല്ലാത്ത ഇത് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നും ഉണ്ടല്ലോ കണ്ടില്ലേ, നാഷണൽ ഹൈവേയുടെ ഫസ്റ്റിന് കുഴികൾ കണ്ടില്ലേ. ഇതിനൊക്കെ നമ്മൾ ടോള് കൊടുത്ത് പോണേ, അതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മുടെ ട്രാക്ടറിന്റെ മറ്റേ കണ്ടില്ലേ, സിമെന്റ് ട്രാക്ടർ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ SC ലോറിയിലാണ് കുറിച്ചിട്ട് ഓർഡർ, ഇവിടെ ട്രാക്ടറാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും നാഷണൽ ഹൈവേയുടെ മന്ത്രിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഈ കുഴിയിലൂടെ യാത്ര അല്ലേടാ. തുഴഞ്ഞൊഴിഞ്ഞു പോകും. നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നവരെ. ഞങ്ങൾ സ്മരിക്കുന്നൊന്നും ഈ വീഡിയോയിൽ പറയാൻ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അത് കാരണം ഞങ്ങളുടെ സ്മരണ ഞങ്ങൾ ഇങ്ങനെ ആക്കിയത്. സമ്മതിക്കണ പോയി. അല്ല ഈ വഴിക്ക് ടോളുണ്ട്, അതാണ് ഏറ്റവും വലിയ സങ്കടേ. ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷപ്പേട്ട. ഓട്ടോറിക്ഷപ്പേട്ടല്ല, ടോട്ടോപ്പേട്ട. ടോട്ടോ ഇത് കറണ്ടാണ്. നമ്പറും വേണ്ട, ഒന്നും വേണ്ട. ഇത് റോഡിന്റെ ഭംഗി കാരണമാണ് ആ ട്രാക്ടറോടെ കുടുങ്ങിയത്. കംപ്ലൈന്റ് ആയി. എത്ര നേരമായെന്നറിയോ ഒരു നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ തുഴയാൻ തുടങ്ങിയിട്ട്. നമ്മളെ ഒരു ചായ കുടിക്കാണ്ട് നിർത്തിയോളൂ. ചായ കുടിക്കണ്ട, ഗ്ലാസ് വേണം. മണ്ണ് ഗ്ലാസ്സിൽ, മണ്ണിന്റെ ഗ്ലാസ്സിലാണ് ചായ. ഇവിടെ ഈ ബംഗാൾ, ബീഹാർ ഭാഗങ്ങളിലൊക്കെ എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചായ ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്ന ഗ്ലാസ്. ഇങ്ങനെ ചായ മണ്ണ് ഗ്ലാസ്സിലാണ് ചായ കുടിക്കണ്ട. ഇതാണ് ഇസ്ലാംപൂർ. ഇസ്ലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇസ്ലാംപൂർ നേരെ പോണതാണ് ഇസ്ലാംപൂർ. ഇപ്പോൾ ബസ് പോണതാണ് ഇസ്ലാംപൂർ പോകണം. നമുക്ക് നേരെ തന്നെ പോകാം. നമ്മൾ ബൈപ്പാസായി. ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിനോട് ചേർന്ന് നമ്മൾ 2 കിലോമീറ്റർ ചേർന്ന് നമ്മൾ പോകണം. ഈ ഭാഗത്താണ് ബംഗ്ലാദേശ് കാണണം കേട്ടോ. ഇവിടെ 2 കിലോമീറ്റർ അടുത്തൂടെയാണ് ബംഗ്ലാദേശ് പോകണം. നമുക്ക് മുന്നിൽ പോയാൽ ബോർഡ് കാണാം. 2 കിലോമീറ്റർ അടുത്തൂടെയാണ് നമ്മൾ ബംഗ്ലാദേശിൻ്റെ 2 കിലോമീറ്റർ അടുത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ പാടങ്ങളാണ്. കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ്. ഒരു സൈഡ് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. 2 കിലോമീറ്റർ ഇതാണ് നമ്മുടെ മുമ്പിൽ പോലെ തേയില വണ്ടികൾ. ഇനി നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങൾ കാണാട്ടാ. തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാം നമുക്ക്. ഇതാണ് 2 സൈഡുണ്ട്. സൈഡിൽ തേയില തുറകളുണ്ടാ. അപ്പം നമ്മൾ സിലിഗുഡിയോടെ എടുക്കാറായി. നമ്മളെ ഇപ്പം ആ കുഴിയെല്ലാം ചാടി 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 ഒരു പരിപാടി വന്നില്ലേ, അതിൻ്റെ ഇതൊക്കെ എന്നിട്ട് ചാടി ചാടി വന്ന് കുറച്ചൊരു 10 കിലോമീറ്റർ ഇപ്പം നല്ല റോഡ് കിട്ടി. ആ നല്ല റോഡിൽ സാർമാരുടെ ടോൾ ഗേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ 225 രൂപ. നമ്മളിപ്പോൾ ആ കുഴിയെല്ലാം ചാടിയതിന് നമ്മൾ ഇവർക്ക് ഇപ്പോൾ 235 രൂപ കൊടുക്കണം. ആ കുഴികളെല്ലാം ചാടി 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 വന്നിട്ട് ഇപ്പോൾ അവർക്ക് 235 രൂപ നമ്മളിവിടെ പേ ചെയ്യണം. 235 രൂപ നമ്മൾ പേ ചെയ്യണം. ആ കുഴിയെല്ലാം ചാടി വന്നത് കേട്ടോ. ഈ 9കളാണ് ഭയങ്കര ശല്യ റോഡില്. പൈസ കൊടുത്തില്ല, ഒരു ഫ്രണ്ടിൽ നിന്ന് മാറില്ല ഇവര്. ആ
റോഡിൻ്റെ ഭാഗം കഴിഞ്ഞു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും വഴിയുടെ അവസ്ഥ ഇതേമാതിരി അമ്പോ. അപ്പോൾ നമ്മൾ ആ 235 കൂടെ തന്നെ കാണുന്ന അവസ്ഥയും കാണണം. പക്ഷേ കുഴികളുടെ വലിപ്പം കൂടി വരിക. എന്താ ചെയ്യാലോ, ഈ കുഴികൾ ചാടാനാണ് നമ്മൾ 235 കൊടുത്തത്. അങ്ങനെ നമ്മൾ സിലിഗുഡി ബൈപ്പാസായിട്ടാ, സിലിഗുഡി ബൈപ്പാസായി. ഇവിടെ ഒരു 130 രൂപ വേറെ ടോളുണ്ട്, അത് ചീട്ടാ. ഫുൽബാരിയിൽ 20 കിലോമീറ്റർ വരുമ്പോൾ. വെൽക്കം ടു മഹാനന്ദ ബാരേജ്, വെസ്റ്റ് ബംഗാൾ ഇറിഗേഷൻ. വണ്ട കനാലും ബാരേജിനാട്ടാ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിക്ക് ഒരു കനാൽ ഒരു ടോളുണ്ട്. ആ ടോൾ ചാടുന്നിടത്ത് ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കുഴിയായിട്ട് കുഴി ചാടുന്നുണ്ട്. നമ്മൾ 130 രൂപ കൊടുക്കണം. അവിടെ കുഴിയാണ്. അത് പിന്നെ നാഷയുടെ അല്ല കേട്ടോ, അത് ഈ സിലിഗുഡി പഞ്ചായത്തിൻ്റെ അങ്ങനെ എന്തല്ല, കോർപ്പറേഷൻ്റെ അങ്ങനെ എന്തോ സംഭവം. കുഴി പോയിട്ടൊന്നുമില്ല. അവിടുന്ന് പറഞ്ഞ വണ്ടികളൊക്കെ കുഴി കൂടെ ചാടുന്ന നമ്മൾ കാണാണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, നമുക്കും കുഴി തന്നെയായിരിക്കും. പൊടിയൊക്കെ പറക്കുന്നുണ്ട്, കുഴി തന്നെയാണ്. ഈ കുഴിയും ചടന്ന് അവിടെ പോയിട്ട് 130 രൂപ 130 രൂപ തോന്നുന്നുണ്ട്. തുടങ്ങി മോനെ, തുടങ്ങി. എന്താ വഴിയില്ല, ടാർന്നൊരു സാധനം കാണാനില്ല കേട്ടാ. അല്ല, ടാറെന്ന് പറഞ്ഞൊരു സാധനം കാണാനില്ല. ഈ സാധനത്തിനും കൊടുക്കണം നമ്മൾ പൈസ. ഇത് അത്രയും ചാടി ഇപ്പം അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഞാൻ നിർത്തി വെച്ചൊന്നും അറിയില്ല. അല്ല വഴി ഈ കുഴികളും താണ്ടി പശ്ചിമ ബംഗാളിലൂടെ പണിയാനുള്ള പരിപാടി തോന്നുന്നു. വഴി എന്താ വഴി, ഇങ്ങനെ ചാടിപ്പോകണം. വഴിയൊക്കെ മോശം ഉണ്ടാവും, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ചാടിപ്പോയിട്ട് നമ്മൾ പൈസ കൊടുക്കണേ, അതാണ് ബുദ്ധിമുട്ട്. ആ പൈസ മേടിക്കുന്ന ഭാഗത്തെത്തിയപ്പോഴത്തേക്കും വഴി നല്ല ക്ലിയർ ആയി. അത് നമ്മൾ നേരത്തെ നാഷയുടെ ടോൾ കണ്ടില്ലേ. ഇപ്പോഴും പൈസ മേടിക്കുന്ന ഉണ്ട്, പൈസ മേടിക്കുന്നുണ്ട്. ആ കാണാനാണ്, മുമ്പിൽ കാണാനാണ് പൈസ മേടിക്കുന്നത്. 130 രൂപ ഉണ്ടാവും. അതാണ് ഇതെന്തിനാ ഒരു സാധനം നിൽക്കണ നോക്കിയാൽ. മീശയൊക്കെ കറപ്പിച്ച സാധനം നിൽക്കണുണ്ടോ കേട്ടാ. ജൽപാഗുഡി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഫുൽബാരി ഗോഷ്പൂർ ബൈപ്പാസ് ഫുൽബാരി ടോൾ ഗേറ്റ്. ടോൾ കൊടുക്കണ സ്ഥലം കേട്ടോ. സിലിഗുഡി ജൽപാഗുഡി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഫുൽബാരി ടോൾ ഗേറ്റ്. ഇപ്പോൾ നമ്മൾ വന്ന ടോൾ ഗേറ്റിൻ്റെ ഇതാണ് ഫുൽബാരി ടോൾ ഗേറ്റ്. ഇതുണ്ടോ, ഇതാണ് ആ ടോളിൻ്റെ. ഇതുണ്ടോ 150 രൂപ. അപ്പോൾ നമ്മൾ ഇത്രയും കുഴി ചാടിയാൽ 150 രൂപ നമുക്ക് ടോൾ കൊടുക്കണം. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ സിലിഗുഡി ടൗണ് ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് പോകണമാണ് നമ്മുടെ ഇവിടേക്കൊക്കെ പോകണേ, നമ്മുടെ സിക്കിമൊക്കെ പോകണേ. നമ്മളിനി ഇവിടുന്ന് വലത്തോട്ട് പോകും. വലത്തോട്ട് പോയിട്ട് അപ്പം തന്നെ നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിയും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഫുൽബാരി. ഇത് നേരെ പോയാൽ ബംഗ്ലാദേശിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഈ വഴി നേരെ കാണാനാണ് ബംഗ്ലാദേശിലേക്ക് പോകണ വഴി. ഇവിടുന്ന് 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ള ബംഗ്ലാദേശിലേക്ക്. അവിടെ എന്നുമില്ല, ആഴ്ചയിൽ 2 ദിവസം ഫ്ലാഗ് മീറ്റ് ഉണ്ട്. ഭാരതത്തിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും സൈന്യത്തിൻ്റെ ഫ്ലാഗ് മീറ്റ് ഉണ്ട്. നമ്മുടെ വാഗാ ബോർഡറിലെ പോലെ ഫ്ലാഗ് മീറ്റ് ഉണ്ട്. നേരെ പോകണേ. ഞാനത് എൻ്റെ ചാനലിൽ പണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്, അവിടെ ഫ്ലാഗ് മീറ്റ് കിടക്കുന്ന വീഡിയോ ഇട്ടുണ്ട്. ഈ വഴി നേരെ പോകണമാണ് ബംഗ്ലാദേശ്. നമുക്കിനി അടുത്ത് കിട്ടുന്നതാണ് ജൽപാഗുഡി. ഇവിടുന്ന് 38 കിലോമീറ്റർ നേരെ. നമ്മളിപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റോഡിലേക്ക് കയറി ജൽപാഗുഡി റോഡിലേക്ക് കയറിയിട്ട് പിന്നെ സിംഗിൾ വഴി കേട്ടോ, കുറച്ച് ദൂരം. അത് കഴിഞ്ഞാൽ 4 ലൈൻ ആവണം, കുറച്ച് ദൂരം ഉള്ളൂ സിംഗിൾ വഴി. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം 4 ലൈൻ, പിന്നെ അധികം സിംഗിൾ വഴി തന്നെ ഇവിടെ. നമ്മളങ്ങനെ ചവിട്ടങ്ങളെല്ലാം ചാടി കഴിഞ്ഞ് കുറച്ച് നമുക്കിനി 4 ലൈനിൽ പോകാം. അത് കഴിഞ്ഞാൽ വീണ്ടും സിംഗിൾ വഴി പോകും. നമ്മളങ്ങനെ ജൽപാഗുഡി എന്ന് പറഞ്ഞാൽ കേട്ടോ, ജൽപാഗുഡി. ഇതാണ് ജൽപാഗുഡി. ഇവിടുന്ന് ലെഫ്റ്റ് വേണം ജൽപാഗുഡി. ഇത് നമുക്ക് അടുത്ത ഘട്ടമാണ് തുപ്പാങ്കുരി. അത് കഴിഞ്ഞാൽ മൈനാഗുരി. അത് കഴിഞ്ഞാലാണ് അലിപ്പുർദാർ. അത് കഴിഞ്ഞാൽ അഷിമറ. അത് കഴിഞ്ഞാൽ അലിപ്പുർദാർ.
ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ഇതുകൊണ്ട NBSTC, അതായത് നോർത്ത് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അങ്ങനെ ഇതുണ്ട ജൽപാഗുഡി ഡിസ്ട്രിക്ട് പോലീസ്. ഇതൊരു വണ്ട ബിൽഡിങ്, ഹോട്ടലാണ്. നമ്മളിപ്പോൾ ഏതോ ഒരു വണ്ടം നദിയിലേക്കാണ് കയറാൻ പോകണട്ടോ. സ്റ്റെപ്പ് നദി. അതിൻ്റെ പേരെന്തിനാ നോക്കണം, അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, പേരില്ല. അമ്പോ എന്തോ നിറഞ്ഞോ വീണില്ല. നല്ല നേരമുള്ള മതി കേട്ടോ, നല്ല നേരമുള്ള മതിയാ. ഞങ്ങളങ്ങനെ സീറ്റ് ബെൽറ്റ് നമ്മളങ്ങനെ ഡ്യൂട്ടി ചേഞ്ച് ആക്കി അപ്പോൾ വണ്ടി മാറണം. ഇപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങാനുള്ള നേരം ബോർഡറാ പറയാം. ഇപ്പോൾ ബോർഡറൊക്കെ പാസ്സാക്കണം. ഇവിടെ ഇപ്പോൾ ഒരു പാമ്പിനെ കിട്ടി, ഞങ്ങൾ ചാടിക്കാൻ നിർത്തിയതാ. ആൾ മറ്റേ ഇവിടെ കേരളത്തിൽ ജോലിക്ക് വന്നില്ല, കണ്ണൂരൊക്കെ. അപ്പോൾ അതാണ് വന്ന് നമുക്ക് നിർത്തണം. അപ്പം അവൻ്റെ പിക്ചറൊക്കെ നമുക്കെതിരെ അവൻ്റെ പിക്ചറൊക്കെ വരും. നമ്മളങ്ങനെ മൈനാഗുഡി ആയിട്ടാണ്. മൈനാഗുഡിയൊക്കെ എന്താണെന്ന് വെച്ചാൽ പാടം. മൈനാഗുഡി ടൗണൊക്കെ ഉള്ളിൽ കൂടെ പോകണം. പണ്ടൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്തൊക്കെ വണ്ടി അതിന് ഉള്ളിൽ കൂടെ വേണം പോകാറ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് മൈനാഗുഡി. ഇതുകൊണ്ടാ മൈനാഗുരി. പൊട്ടെ ആ സിഗ്നൽ പാസ്സാവണ മുമ്പ് കിടക്കണം. അവിടെ ഈ പണിയായി. അവിടെ കുറച്ച് ആൾക്കാരുണ്ടെന്നേ. വേറെ ഒന്നല്ല, ഇവിടെ കുറെ പോലീസുകാരുണ്ട്. ഉമ്മാർ വന്നിട്ട് വെറുതെ കണവണെന്ന് പറഞ്ഞിട്ട് അത് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അതിനകത്ത് പറയും ഇവിടെ വണ്ടി ഫസ്റ്റായി. അല്ല, നമ്മളപ്പോൾ എന്തായാലും ദുർഗാദേവിയുടെ സാധനം ഉണ്ടല്ലോ, നമ്മൾ കാശ് കൊടുക്കും. എന്തായാലും ബുദ്ധി കളിച്ചാൽ നന്നായി. അതൊക്കെ എഴുതി മേടിച്ചതും അവരെ കൊണ്ട് ഉണ്ടാക്കിയതും ഹിന്ദിയിലും ഒക്കെ സാധനം മേടിച്ചത് ചുറ്റുകൂടി ചോണ്ടിട്ട്. നമുക്ക് അടുത്ത് കിട്ടുന്നതാണ് തുപ്പാഗുരി, 17 കിലോമീറ്റർ. അത് കഴിഞ്ഞാലാണ് ഹഷിമറ. തുപ്പാഗുരി കഴിഞ്ഞാൽ ഹഷിമറ. അങ്ങനെ നമ്മൾ തുപ്പാങ്കുടി എടുത്ത് കണ്ട ദുർഗാപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കണം കേട്ടോ. ദുർഗാപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ദുർഗാപൂജ ഈ മാസം അവസാനം പകുതി നമ്മളെങ്ങനെ തുടങ്ങണം. ദുർഗാപൂജ സമയത്തൊന്നും ബംഗാളിലേക്ക് വരരുത്. വന്നാൽ പ്രാന്തല്ല, കാശ് കൊടുത്ത് മട്ടും നമ്മൾ. ഇതാണ് തുപ്പാങ്കുടി. അല്ല തുപ്പാങ്കുരി. ഈ ഗുരി എന്ന് പറയുന്നതിന് ചിലപ്പോൾ ബംഗാള ഭാഷയിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും കേട്ടോ. ഇതാണ്ട നമ്മൾ ഭൂട്ടാൻ്റെ വണ്ടി ഒരെണ്ണം കണ്ടു. ഞാൻ ഭൂട്ടാൻ്റെ വണ്ടി നമുക്ക് കാണാൻ പോകും. ഇതാണ് തുപ്പാങ്കുടി. തുപ്പാങ്കുരി. തുപ്പാങ്കുരി ഇവിടേക്ക് പോണ വണ്ടികളോ മറ്റേ ഈ സ്ഥലത്തേക്ക് പോണ വണ്ടികളോ നമ്മൾക്ക് അത് റൈറ്റിക്ക് പോകണം. അത് ടൗണിലേക്ക് പോകണ വണ്ടികളേ. നേരെ ടൗണിലേക്ക് അല്ല, മറ്റേ എന്താ പറയുക, ഈ ആസാമിലേക്ക് പോകുന്ന വഴി. അത് ആസാമിലേക്ക് വേറെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ ബക്സീർഘട്ട് വഴി. ആ വഴി ബക്സീർഘട്ട് വഴിക്ക് പോകണ വഴിയത്. നമ്മൾ പോകുന്നത് ശ്രീരാംപൂര്. ആസാമിലേക്ക് കിടക്കാൻ 2 ബോർഡറുണ്ട്, ഒന്ന് ബക്സീർഘട്ട്, ഒന്ന് ശ്രീരാംപൂര്. ഇപ്പോൾ എല്ലാ വണ്ടികളും ഇപ്പോൾ ശ്രീരാംപൂർ വഴിക്ക് പോകണം. ബക്സീർഘട്ട് വഴിക്ക് പോകണില്ല ഇപ്പോൾ. ഇതിലൊക്കെ റബ്ബർ തോട്ടം, റബ്ബർ. നമുക്ക് വണ്ടി ഓടണ പറഞ്ഞാൽ കാണാൻ പറ്റും. റബ്ബർ മരങ്ങളാണ് കാണുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് പോയി ഇടയ്ക്കും തടിക്കുക ഓരോ റബ്ബർ. ഇതൊന്നും റബ്ബറല്ല കേട്ടോ. ഇപ്പോൾ നേരത്തെ റബ്ബറാണ്. അതായത് ഉള്ളിൽ നിൽക്കണ റബ്ബർ. നമുക്ക് വണ്ടി ഇറങ്ങിപ്പോയി എടുക്കാൻ പറ്റാത്ത റബ്ബറാ അതൊക്കെ. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് മാതിരി കേട്ടോ. ഇനി അങ്ങോട്ട് ഫോറസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ടൗൺ ഏരിയകൾ വേണം. ഇതൊക്കെ തേക്കട്ടെ, ഇതൊന്നും റബ്ബറല്ല കേട്ടോ. നമുക്കിടത്താണ് ഗാരിക്കാട്ട. ജയ്ഗോൺ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെയും ഭൂട്ടാൻ്റെയും ബോർഡറാണ് ജയ്ഗോൺ. തേയിലത്തോട്ടങ്ങളാണ്. ഇതാണ് ഡാർജിലിംഗ് ചായ.
അപ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് മാറി ഇതൊക്കെ പറഞ്ഞ ഡാർജിലിംഗ് ചായ എന്നാണ് പറയാം. നമ്മളിപ്പോൾ മറ്റേ ആസാം റോഡിലാണ്. അപ്പോൾ നല്ല അടിപൊളി. ഞാൻ എല്ലാ ട്രിപ്പ് പോകുമ്പോൾ തേയില മേടിച്ചിട്ട് പോകാറില്ല. കാടുകളില്ലാത്ത ഭാഗത്ത് തേയിലത്തോട്ടം ഇവിടെ കറക്റ്റ് വ്യക്തമായിട്ട് കാണാം. അടിപൊളിയില്ല, നല്ല മെത്ത പോലെ ഒരേ ലെവലില്ല, ഒരേ ലെവലില് നല്ല രസമുണ്ട് കാണാൻ, ഒരേ ലെവൽ. ഇതാണ് ഗാരിക്കട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഗാരിക്കട്ട നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പോകണ്ട കേട്ടോ. ഗാരിക്കട്ട ഇവിടുന്നല്ല, നേരെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഗാരിക്കട്ട. ഇവിടുന്നാണ് വലത്തോട്ട് പോകണം, ഇവിടുന്ന് വലത്തോട്ട് പോകണം കേട്ടോ. ഈ വഴി നേരെ പോണത് ഭൂട്ടാൻ, നേരെ പോണത് ഭൂട്ടാനാണ്. പക്ഷെ നമുക്ക് ട്രക്കുകൾക്ക് കാറിൻ്റെ കാര്യം എനിക്കറിയില്ല, കാർ ഞാൻ കണ്ടിട്ടില്ല. ട്രക്ക് ഇതാണ്, ഈ വഴിക്കാണ് ഭൂട്ടാൻ പോണേ. പക്ഷേ ട്രക്കുകൾ എല്ലാം പോണത് ഇതിലെ പോകാൻ പറ്റില്ല കേട്ടോ. ഭൂട്ടാൻ്റെ അതിർത്തി ഇതിലേക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഇതുവരെ കണ്ടിട്ടില്ല, ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം നമുക്കിപ്പോൾ ട്രക്കൊക്കെ ആയിട്ട് ഭൂട്ടാൻ, ഞാനൊക്കെ ഭൂട്ടാനിലേക്ക് ഫസ്റ്റ് ട്രക്ക് കൊണ്ട് പോകുമ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ട്രക്കെല്ലാം ഭൂട്ടാനിലേക്ക് പോകണമെങ്കിൽ നേരെ അഷ്മറ ചെന്ന് ജയ്ഗോൺ വഴിക്ക് വേണം ഭൂട്ടാനിലേക്ക് കയറാൻ. ബോർഡറിൽ ഈ വഴിക്ക് പോലും ഇതും നേരെ ഭൂട്ടാൻ്റെ ബോർഡറാണ്, പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രക്ക് കൊണ്ട് പോണ കാര്യം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഗുവാഹട്ടി ബോർഡ് കണ്ടു. 363 ഗുവാഹട്ടിക്ക്. കേറിപ്പോട്ടെ. ഇവിടുന്ന് വലത്തോട്ട് പോണതാണ് കുച്ച് ബിഹാർ, അലിപ്പുർദാറൊക്കെ പോണ വഴി. ഞാൻ നേരത്തെ പറഞ്ഞ ജൽപാഗുഡി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടുന്നും പോവാം. കുച്ച് ബിഹാർ പോകണമാണ്, കുച്ച് ബിഹാർ ആണ് കുച്ച് ബിഹാർ പോകണ വഴി. ഇതിലെ നമുക്ക് ബക്സീർഘട്ട് പോട്ടാ, ബക്സീർഘട്ട് കഴിഞ്ഞ് നമുക്ക് ഗുവാഹട്ടി പോവാം. ഈ സിംഗിൾ വഴിക്കും ടോളുണ്ട് കേട്ടോ, സിംഗിൾ വഴിക്കും ടോളുണ്ട്, നമുക്ക് കാണാപ്പെട്ട ടോള്. ഈ സിംഗിൾ വഴിക്കും ടോളുണ്ട്. എന്നിട്ട് രംഗാലി ബാസാന 10ാം ക്ലാസ് വരെ പഠിക്കാൻ പോയിട്ടുള്ള വലിയ വിദ്യാഭ്യാസം. ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം വായിക്കും, ഈ ജാതി ഭാഷകളൊക്കെ വായിക്കാൻ കൃത്യ പണി വിടും. ആ ടോൾ ഗേറ്റ് നമ്മൾ എത്താറായിട്ടാ. നമ്മുടെ ഈ സിംഗിൾ വഴിക്ക് ഇത്തരം ബ്രേക്കും ചവിട്ടൊക്കെ വന്നിട്ട് നമുക്ക് 235 രൂപ ടോൾ, 235 രൂപ. ആ ടോൾ ഗേറ്റ് സിംഗിൾ വഴിയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വീതിൻ്റെ വഴിക്ക്. പണ്ടൊക്കെ ആദ്യമൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് 2 വണ്ടി പാസ്സാവുള്ളായിരുന്നു. ടോൾ കഴിഞ്ഞോ ഇവിടെ നല്ല വീതിയുണ്ട് കേട്ടോ. കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നോക്കിയാൽ സ്ലോ ആക്കിയേട്ടാ. ആ ദേ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ വണ്ടി ഉണ്ട്, അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടോ, ചുമന്ന കളർ ഉണ്ടോ നമ്പർ പ്ലേറ്റ് ഉണ്ടോ. അടുത്തത് വരണം, അടുത്ത ചുമന്ന കളർ. ഇതുണ്ട് അടുത്ത ചുമന്ന കളർ. ഇതെന്ത് സംഭവം, ഇതാണ് ഭൂട്ടാൻ്റെ വണ്ടിയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത്, ഭാരതത്തിൻ്റെ അകത്ത് തുറന്ന് മറ്റു രാജ്യങ്ങളുടെ വണ്ടിയാണ്. ഇത് കിടക്കണം ചുമന്ന കളറുണ്ടോ. ഇവിടെ നിർത്താൻ നമുക്കൊന്ന് വീട് എടുക്കാൻ അതിൻ്റെ. ഇങ്ങനെ നമ്മുടെ കുട്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. കാരണമൊക്കെ അങ്ങ് ദൂരേന്ന് വരുന്നൊക്കെ എന്താ പറയുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസ്റ്റ് വെസ്റ്റ് ബംഗാൾ, വെൽക്കം ടു അലിപ്പുർദാർ. ഇനി ഇവിടെ അലിപ്പുർദാറിലൊക്കെ ഇവിടെ നല്ല ഫോറസ്റ്റ് ഏരിയകളാണ്. അലിപ്പുർദാറിൽ നമ്മൾ കയറി, അലിപ്പുർദാർ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കയറി. ഇനി ബോർഡറിലേക്ക് അധികം ദൂരമില്ല, വെസ്റ്റ് ബംഗാൾ ആസാം ബോർഡർ, ശ്രീരാംപൂർ ബോർഡറിലേക്ക് ഇനി അധികം ദൂരമില്ല. നമ്മളങ്ങനെ അഷിമറ എത്താറായി. അഷിമറക്ക് ഇത് ഫോറസ്റ്റാട്ടോ, 2 സൈഡും 5 കിലോമീറ്ററിന് അഷിമറ. ആ ജയ്ഗോൺ എന്നുള്ള ബോർഡ് കണ്ടോ, അതാണ് ഭാരതത്തിൻ്റെയും ഭൂട്ടാൻ്റെയും ബോർഡർ. ജയ്ഗോൺ ഭാരതത്തിലാണ് കേട്ടോ. അങ്ങനെ അഷിമറ എത്താറായിട്ടുണ്ട്. വണ്ടർ നദി പോകണ്ടോ, കല്ലേക്ക് വേണം. അപ്പത്ര ട്രെയിനും പോകുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ഒഴിക്കണ്ട പോകുന്നു, ഭൂട്ടാനിൽ നിന്ന് എടുക്കണ്ട. ഗുവാഹട്ടി 340 കിലോമീറ്റർ, ജയ്ഗോൺ 18, അഷിമറ 4. ഈ ലെഫ്റ്റ് പോണതാണ് ഭൂട്ടാൻ പോണേ. നമുക്ക് നേരം കേട്ടോ, നടുക്കൂടുള്ള വഴി ഈ നടുക്കുന്ന ഈ ലെഫ്റ്റ് നടുക്കൂടുള്ള വഴി. ഇതിലെ നടുക്കൂടുള്ള വഴി ഇതല്ല. ഈ പോണ നേരെ പോട്ടെ, ഈ പോണതാണ്
ആ ട്രാവലർ പോയില്ലേ, അതാണ് ഇവിടെ ഇവിടേക്ക് ഭൂട്ടാനിലേക്ക് പോണ വഴി. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളാണ്. ചെയ്കോൺ 16 കിലോമീറ്റർ, ബാർബോഷ 66, ഗുവാഹട്ടി 338, അലിപ്പൂർ തറ 42. നമുക്ക് നേരെ തന്നെ കേട്ടോ. ആ ലോറികൾ പറഞ്ഞ വഴിക്ക് നമുക്ക് പോകണ്ട. ഇതായിരുന്നു ആദ്യം ഭൂട്ടാനിലേക്ക് പോയിക്കൊണ്ടിരുന്ന വഴി. അപ്പോൾ ആ പാലം വന്നിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഒരു വണ്ടി നോക്കി ഇടിച്ച് കത്തി കയറുന്ന തേയില നിറച്ചു കൊണ്ടുപോകണ്ട. ഇതൊക്കെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് ഈ പോണ. ഇതുണ്ടോ തേയില നിറയ്ക്കണോ ട്രാക്ടറിൽ. ഇതൊക്കെ തേയിലത്തോട്ടങ്ങളോ. അപ്പോൾ സമയം 4:57. പറഞ്ഞ ഭൂട്ടാൻ്റെ ചെറിയ വണ്ടി. ഓക്കെ, വരുമ്പോൾ വണ്ടി ട്രെയിലറിന് മുള കയറ്റി പറഞ്ഞ നോക്കിയാൽ എന്ത് ഹൈറ്റാന്ന് നോക്കിയാൽ അല്ല എന്ത് ഹൈറ്റത്, എന്ത് ഹൈറ്റത്. ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം മിലിറ്ററിയുടെ ഏരിയയാണ്. ഭാരതത്തിൻ്റെ സേനയുടെ ഭാഗങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ. ആ പാച്ച് വർക്ക് ചെയ്യാൻ മതി. ഐ ലവ് യു ഹഷിമറ. മിലിറ്ററിയുടെ ക്യാമ്പുകളാണൊക്കെ. പശുക്കളുടെ കൂട്ടം പോണുണ്ടോ. നമ്മൾ നമ്മുടെ ബോലോസിങ്ങിൻ്റെ ഭാഗങ്ങളായി, ബോലോബായുടെ ഭാഗങ്ങളായി. ഇവിടെയാണ് നമ്മുടെ ബോലോബായുടെ കട. ഇപ്പോൾ കുറച്ചുകൂടെ ബോലോബായുടെ കട. കയറിപ്പോട്ടെ. നമ്മൾ വെള്ളം ഇവിടെ നിർത്തി കഴിഞ്ഞാലേ വെള്ളം പിടിക്കാൻ പറ്റില്ല. വെള്ളം പിന്നെ അത്ര ദൂരം ഇവിടെ തോന്നുന്നു പറഞ്ഞു. ബോലോബായുടെ കട ഈ ഭാഗത്ത് എവിടെയാണ്? ഇതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ബോല ട്രാൻസ്പോർട്ട് ചെയ്യണം. ഭാഗത്ത് എവിടെയാണ് കഴിഞ്ഞു പുറകിലാണ് തോന്നുന്നത്. അതാ ഇവിടെയാണോ ഈ ഭാഗത്ത് എവിടെയോ ആ വണ്ടി. ആ അണ്ണവണ്ടി എടുക്കുന്നത് അത് തന്നെ. ബോലോബായുടെ അടുത്താണ് അണ്ണന്മാർ നിർത്തുക. ആ അണ്ണവണ്ടി എടുക്കണ അപ്പുറത്ത്. നമുക്കിവിടെ അങ്ങോട്ട് മുന്നിക്ക് പോട്ടെ. ഇത് അറ്റത്തൊരു ഗുരുദ്വാര ഉണ്ടോ, വെട്ടം കണ്ടോ ലൈറ്റ് തന്നെ അറ്റത്ത്. കണ്ടെയ്നർ ആ അണ്ണവണ്ടി എടുക്കണ്ട ഒരു കണ്ടെയ്നർ. അതിൻ്റെ പുറകിലൊരു കാറുകൾ എടുക്കണ്ടോ, അതാണ് ഗുരുദ്വാര. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഒതുക്കണം വണ്ടി. ഗ്യാപ്പ് നോക്കി വരണം. നമുക്ക് വെള്ളം ഇത്ര ദൂരം ചുമന്നുകൊണ്ടിരാൻ പറ്റില്ല. അതാ ആ ഇൻഡിക്കേറ്റർ എടുക്കണം വണ്ടി. ആ ഗ്യാപ്പിൽ എവിടെയും കയറ്റാം. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി വണ്ടി. ഇനി ഇവിടുന്ന് വെള്ളം പിടിക്കണം. വെള്ളം ഒക്കെ ബക്കറ്റിലും കുപ്പിയിലും എല്ലാം ഇവിടെ പിടിക്കണം. ആ മുന്നിൽ കാണാണോ വൈറ്റ് കളർ, അതൊരു ഗുരുദ്വാരേനെ. അവിടെ പോയി വീട് എടുക്കുന്നത് തന്നെ അവർ കണ്ടെങ്കിൽ അവർക്കൊരു വിഷമമുണ്ടോ. ആ ഗുരുദ്വാര അവിടുന്ന് വെള്ളം എടുക്കാം. നമുക്ക് വെള്ളം ഫ്രീ. ആ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതൽ ഈ അടുത്ത കാലം വരെ ഫുൾ ടൈം അവിടെ ഭക്ഷണം ഫ്രീ ആയിരുന്നു. കാലത്തോട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ഫുൾ ടൈം. ഞാൻ കുറേ പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഭക്ഷണം ഫ്രീ ആയിരുന്നു. ഇത് കണ്ടോ ഇവിടെ നമ്മൾ വെള്ളം പിടിക്കണ്ട. ഇവിടെ വേണ്ട. ഇവിടെ വണ്ടി നിർത്തിയെടുത്തുനിന്ന് ഒരു 50 മീറ്റർ. ഇവിടെ ഒന്നും വണ്ടി നിർത്തുന്ന സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ അവിടെ നിർത്തിയേ. ഞാൻ എപ്പോൾ വരുമ്പോഴും പോകുമ്പോഴും വെള്ളം പിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വെള്ളം പിടിച്ച് ഇവിടെ വരെ തീനി ഇവിടുന്ന് വെള്ളം പിടിക്കുക. ഇത് കണ്ടോ സംഭവം രാത്രി ആയ പോലത്തെ അവസ്ഥയിൽ നമ്മളപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് നമ്മൾ ആ ബായിയുടെ ഓഫീസിലേക്ക് പോയതാണ്. അപ്പോൾ ബായ് ബ്രിഡ്ജുമ്മ ബോലബായ്ക്ക് ലോഡുണ്ട്. അത് നമ്മുടെ വണ്ടിക്കുള്ള ലോഡില്ല, ചെറുവണ്ടിക്കുള്ള ലോഡുള്ളൂ. അപ്പോൾ സംസാരിച്ചു നമുക്കത് അതിൻ്റെ കൂടെ ബാക്കി എന്തെങ്കിലും കിട്ടണേ കയറ്റേ. അപ്പോൾ സമയം നോക്കിയാൽ 5:39 കേട്ടോ. 5:39 ആയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ 8 മണി അവസ്ഥയിൽ. വണ്ടി എടുത്ത് പോട്ടെ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. എടുത്ത് പോട്ടെ. നമ്മൾ വണ്ടി വെള്ളം പിടിച്ച ഗുരുദ്വാര ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് വെള്ളം പിടിച്ചത്. ഈ ഗുരുദ്വാര എന്നാണ് വെള്ളം പിടിച്ചത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ വെട്ടെടുക്കണതാണ്. ഒരു ഭാരതത്തിൻ്റെ ഒരു എയർഫോഴ്സിൻ്റെ വിമാനമാണ് ഇരിക്കുന്നത്. പകലായിരുന്നേ കിട്ടിയാനേ കേട്ടോ. ഭാരതത്തിൻ്റെ എയർഫോഴ്സിൻ്റെ വിമാനം. ഇത് എയർഫോഴ്സിൻ്റെ സ്റ്റേഷനാണ് ഹഷിമറ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വന. അപ്പം നമുക്കിനി
ബോർഡറിലെത്തിയിട്ടുള്ള വീഡിയോ പിടിക്കും. കാരണം എൻ്റെ മൊബൈൽ ഫോൺ ആയത് കാരണം ഇതാവില്ലാത്ത. നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിൽ അവസാനത്തെ ടോളായി. വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ ടോൾ. ഇനി ഏതാനും കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ RTO ചെക്ക് പോസ്റ്റ്. മഴ എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചാറുണ്ട്. നമ്മുടെ ഭായിനെ വിളിച്ചോടെ നിർത്തിൻ്റെ ഭായി അവിടെ പാസ്സാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വെസ്റ്റ് ബംഗാളിലത്തെ അവസാനത്തെ സ്ഥലമാണ്. അപ്പം അതിന് ബാരിബിഷ എന്ന് അങ്ങനത്തെ പേര്. വെസ്റ്റ് ബംഗാളിലത്തെ അവസാനത്തെ ജംഗ്ഷനാണ്. പേരാണ് ബാരോബിഷ. ഓക്കെ, ദുർഗാപൂജയുടെ ആഘോഷം കണ്ട. നമ്മൾ നമ്മുടെ ബായിനെ വിളിച്ചിട്ടുണ്ട്. ബായി വരാന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി അവിടെ നിർത്തണം. അപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബായിയുടെ ആരെങ്കിലും അവിടെ വരും. ബാരോബിഷ സ്ഥലത്തിൻ്റെ പേര് അതല്ലേ. നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി. ബായിയുടെ ആരെങ്കിലും വരാൻ വേണ്ടി വണ്ടി ഇവിടെ സൈഡാക്കി. അപ്പോൾ ബായിയുടെ ഇനി ആരെങ്കിലും വരണം. സുഹൃത്തുപ്പേനെ അപ്പോൾ വിളിച്ചിട്ടുണ്ട്. സുഹൃത്തുപ്പേയുടെ ആളിലാണ്ട് നമ്മൾ പോവില്ല. കാരണം വെച്ചാൽ പണി കിട്ടും ചിലപ്പോൾ. ഞാൻ എപ്പോൾ വന്നില്ല, എൻ്റെ പഴയ വീട് കൊണ്ടിരിക്കുക. നമ്മളെപ്പോൾ വന്നത്. ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ബോർഡറിൽ ചിലവ് വരണമാണ് ഇവിടെ. ബാക്കിയൊക്കെ നമ്മൾ പോയി. ഇപ്പോൾ ഇവിടെ നിന്ന് ആ ബൈക്ക് ഒന്ന് പാസ്സാക്കി തരണേ ഒരു എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സീനാവേണ്ട വെച്ചിട്ടാണ്. ആ നമ്മുടെ ബായിയുടെ ആൾ വന്നു കേട്ടോ. അപ്പോൾ ആൾ നോക്കണം RC ബുക്കും. 8 टन माल का है। 8 टन का माल। 8 टन गाड़ी का होगा। गाड़ी का नहीं, गाड़ी का टोटल ഇത് എടുത്തു കൊടുക്ക്. അതിൽ മറ്റു സാധനമുണ്ടല്ലോ. वो देखना जरूरी है ना बाद में। അതന്നെ का നോക്കണോ. നമ്മുടെ ബായി അങ്ങോട്ട് പോയിട്ട് നമ്മൾ വണ്ടി എടുത്ത് പിന്നാലെ പോവാ. നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇതൊക്കെ പാസ്സാവാൻ കിട്ടണുണ്ടോ. നമ്മൾ ഡയറക്റ്റ് പോയാല് സീനവിടെ. ഞാൻ ഡയറക്റ്റ് വന്നു പോലെ. ഇപ്പം നമുക്കിപ്പോൾ 8 ടൺ ഓർഡറിൽ നമ്മുടെ പേപ്പറെല്ലാം കറക്റ്റ്. എന്നാലും നമ്മളെപ്പോൾ വന്നാലും ഇവനെ പോലെ. ഇപ്പോൾ പാസ്സാകാൻ വേണ്ടി നമുക്ക് ബേബ്രിഡ്ജും എല്ലാവർക്കും ഒരു 1500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ടെൻഷൻ ഇല്ലാണ്ട് പോകും. നമുക്ക് ട്രെയിൻ സീരിന്ന് ഇറങ്ങി കൂടെ വേണ്ട. നമ്മളങ്ങനെ ശ്രീരാംപൂർ ബോർഡറിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. ശ്രീരാംപൂർ ബോർഡറിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. നമ്മുടെ ബായി അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആൾ കേട്ടോ. കേട്ടോ, ഇതൊക്കെയാണ് നമ്മുടെ പാസ്സാക്കി തരുന്ന ആൾ. കണ്ടോ, ഇതാണ് നമ്മുടെ ആൾ. നമ്മളിതൊക്കെ വണ്ടിയിലേക്ക് ബേബ്രിഡ്ജിലേക്ക് കയറണം. ആ ഉള്ളിലേക്കിട്ടാ. ഞങ്ങൾ രണ്ടാളത്തേക്ക് ഞങ്ങൾ കേട്ടാ. ഞങ്ങൾ രണ്ടാളും വണ്ടി ഇറങ്ങിയിട്ടില്ല കേട്ടാ. രണ്ടാളും വണ്ടി ഇറങ്ങിയിട്ടില്ല. അത് ബേബ്രിഡ്ജിന്റെ മുകളിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു. അതേ പോണു നമ്മുടെ ബായി. നമ്മുടെ കടന്നു കഴിഞ്ഞു. ഇവിടെ വന്നാൽ നമ്മൾ നേരിട്ട് ചിലപ്പോൾ വന്നാൽ നേരിട്ട് വന്നിട്ട് ഇതൊക്കെ പാസ്സായി പോകുന്നുണ്ട്. വലിയ കലാപമൊന്നുമില്ല. പക്ഷെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇനി ഇവിടെ നിർത്താൻ ആകുമ്പോൾ ഒരു ചീട്ട് പിടിച്ചിട്ട് ചെക്ക് പോസ്റ്റ് നേരെ മുമ്പിലാണ്. ആയി വന്നു. നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത് നമ്മളെ കൈ കൊണ്ട് കാണിക്കണം. വരാൻ പറഞ്ഞിട്ട് പോകുന്നു നമ്മുടെ ചീട്ട് പിടിച്ച്. അത് നമ്മൾ നോക്കിയാൽ ചെക്ക് പോസ്റ്റ് വന്നു. ഒറ്റ മിനിറ്റോട് പാസ്സായി. നമ്മുടെ ബായി നടന്നു വരുന്നില്ല. അവൻ തന്നെ പാസും കൊടുത്തു, എല്ലാം കൊടുത്തു. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ ബായി വന്ന് നമ്മളെ പാസ്സാക്കി തന്ന ബായി. അപ്പൊ ബായി चलेगा नेक्स्ट टाइम। ओके ओके धन्यवाद ഓക്കെ ബൈ ഓക്കെ. ഇതാണ് നമ്മുടെ സുജിത്ത് ഭായിയുടെ ഗഡിയാണ് കേട്ടോ. എന്നാൽ പോട്ടെ ഞങ്ങൾ. ഇനി ഇവിടെ 2-3 പോലീസുകാരുണ്ട്. അത് നമ്മൾ തരണം ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ ഡ്രൈവർ ഡ്യൂട്ടി മാറിയത്. നമ്മുടെ ചേട്ടനെ കൊണ്ട് ഞാൻ വണ്ടി എടുത്തത്. സാധാരണ ചേട്ടനെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഡ്യൂട്ടി മാറിയതിൻ്റെ കാരണം ഇനി ബോർഡറിൽ ഒരു പോലീസ്, ബംഗാൾ പോലീസ്, അത് കഴിഞ്ഞാൽ ആസാമിലേക്ക് കിടക്കുമ്പോൾ അവിടുത്തെ പോലീസ്, ഇനി അവരെ തരണം ചെയ്യണം. അപ്പോൾ നമ്മുടെ ചേട്ടന് ആളെ റെഡിയാക്കി എടുക്കും ഞാൻ. ഞങ്ങൾ 2-3 ട്രിപ്പ് കൂടെ ഓടിക്കഴിഞ്ഞാൽ ആള് നമ്മളെയൊക്കെ പുലിയാവും. 2-3 ട്രിപ്പ് അവിടെ അല്ലേടാ. നമ്മളങ്ങനെ ആസാമിൽ കയറി കേട്ടോ. ബംഗാളിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോലീസ്, ഇതുവരെ നമ്മളെ പോലീസ് ആയിട്ട് നമുക്കിപ്പോൾ ബോർഡറിൽ വന്നൊരു ചിലവ് മാത്രം വന്നു. അത് എന്താ കാര്യം വെച്ചാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടും കൂടി ഇല്ല. അങ്ങനെ നമ്മൾ ആസാമിൽ കയറി. ആസാം ഇനി ചിലപ്പോൾ നമ്മൾ നാഗാലാൻഡ് വഴിക്ക് കയറില്ല. ആസാമിൽ തന്നെ ലോഡ് എടുക്കണം. നാഗാലാൻഡിൽ കൂടെ ഒരു 10 കിലോമീറ്റർ നമുക്ക് പോകണം. അത് ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. അതിനിപ്പോൾ ഇവിടെ വണ്ടിക്കാട്ട് വെച്ചപ്പോൾ പറഞ്ഞാൽ അതിൽ പോകണ്ട, അതിലിപ്പോൾ ചിലവുണ്ട്, ഭയങ്കര പിടിച്ചുപറിയുണ്ടെന്ന് പറഞ്ഞാൽ ആ ദിമാപൂരി എന്നിട്ട്. അപ്പോൾ അതിൽ പോകാണ്ട് നമ്മൾ ഒഴിവാക്കി പോകാൻ പറ്റുമെന്ന് നോക്കും. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടത്. പഴയ
RTO ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇവിടെ ആസാമിലെ RTO ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇതൊരു വണ്ടം കുഴിയാണ്. ഇവിടെ ഇറങ്ങിപ്പോയി അവന്മാരുടെ പിരിവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വേണം പോകാൻ. എൻ്റെ ദൈവത്തിന് നന്ദി. അങ്ങനെ നമ്മളെ വണ്ടീനെ നേരെ വിട്ടു. നമ്മളെ സാറന്മാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിനെ നേരെ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾക്ക് താഴത്ത് ആ കുഴി കൂടെ ഇറങ്ങിപ്പോണ്ട് വന്നില്ല. മറ്റേ വണ്ടിക്കാരനെ കണ്ടെയ്നർ വണ്ടിക്കാരനെ പിടിച്ചെടുത്തിക്കുക. ഇപ്പോൾ ഇവിടെയും കൊടുത്തില്ലാട്ടോ പോലീസിന് പൈസ. നമ്മൾ ആ സാധനം എഴുതിയൊക്കെ കാട്ടി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അല്ലേ ചേട്ടാ ഇവിടെ വരെ ഞങ്ങൾ ₹1 കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ശ്രീരാംപൂർ ബോർഡറിൽ നമുക്കൊരു 350 രൂപ പോകുന്നുണ്ട്. അത് നമ്മളെന്താ കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സീനാവും. അത് കാരണം ഇവിടെ കുട്ടീനെ നമ്മളങ്ങനെ കൊണ്ട് ഇവിടെ പാർക്കിങ്ങിൽ ആ പമ്പിൻ്റെ നമ്മൾ സ്ഥിരം ഡീസൽ അടിക്കാറുണ്ട്. പഴയ വീട് കൊണ്ടിട്ടൊക്കെ അറിയാം. നമ്മൾ ഈ പമ്പിലാണ് വണ്ടി സ്ഥിരം ഡീസൽ അടിക്കുന്നത്. അപ്പോൾ ഈ പമ്പിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഡീസൽ അടിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഡീസലൊക്കെ അടിച്ചിട്ടെടുത്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് പെട്ടി തുറക്കുക. അപ്പോൾ പിന്നെ ഇരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. തുറക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണേട്ടാ. ഇവിടുന്ന് പുറത്ത് മഴ ചാറുണ്ട്. അപ്പോൾ വണ്ടിയുടെ നമുക്ക് വണ്ടിയുടെ സൈഡ് പുറത്തിരുന്ന് കഴിക്കാൻ സാധനമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വേറെ വണ്ടിക്കാരുണ്ട്. ഇത് വണ്ടിക്കാർക്ക് ഭക്ഷണം വെക്കാനൊക്കെ ഉള്ള സൗകര്യം കേട്ടോ. എല്ലാ സൗകര്യം ഇവിടെ കിടന്നുറങ്ങാനും റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടിക്കാർക്ക്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. നമ്മളങ്ങനെ ഇവിടെ ആസാമിലെത്തി. അല്ല ഇവിടെ ആസാം പമ്പിൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച വണ്ടി പമ്പില്ലേ, ആ പമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കുക, നേരെ വിട്ടു പോവുക. കണ്ടാ ഇവിടുത്തെ ഡീസലിൻ്റെ വില 90 രൂപ. ഡീസലിൻ്റെ വില ഉണ്ട് 90 രൂപയാണ് ഇവിടുത്തെ ഡീസലിൻ്റെ വില. ആസാമിലെ ഡീസലിൻ്റെ വില 90 രൂപ.